ആപ്ലിക്കേഷൻ പിൻ ചെയ്ത് വെക്കാൻ പറ്റും. ഇതറിയാമോ നിങ്ങൾക്ക്? ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അത്യാവശ്യ ഘട്ടത്തിന് ഒരാൾ നമ്മുടെ മൊബൈൽ ചോദിച്ച് വന്നു കഴിഞ്ഞാൽ മൊബൈൽ കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ മറ്റൊരാൾക്ക് കൈമാറുക എന്നുള്ളത്. കാരണം മൊബൈൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസി ആണല്ലോ. ആ ഒരു പ്രൈവസിയിൽ മറ്റൊരാൾ കൈകടത്തുക എന്നത് ഒരാൾക്കും ഇഷ്ടമില്ലാത്ത കാര്യം തന്നെയാണ്. എന്നാലും ഒരു അത്യാവശ്യ ഘട്ടത്തിന് നമ്മളോട് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാരല്ലേ, നമുക്ക് എന്തായാലും ഒന്ന് സഹായിക്കണമെന്ന് തോന്നുമല്ലോ. അപ്പോൾ അയാൾ എന്തിനാണ് നമ്മുടെ മൊബൈൽ ചോദിക്കുന്നത്, ആ കാര്യം മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പിന്നിങ് എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ മൊബൈലിലുള്ളത്. നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതല്ലാതെ അതിൻ്റെ അപ്പുറം ചാടിക്കടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇയാൾ ഒരു ആവശ്യം പറഞ്ഞ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് പിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുക എന്ന്. വളരെ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 മൊബൈലുകൾ എടുത്തിട്ടുണ്ട്. 2 മൊബൈലിലും സെറ്റിങ്സ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് രണ്ടും ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് റിയൽമി ആണ്, അതുപോലെ തന്നെ മറ്റൊന്ന് സാംസങ് ആണ്. ഓക്കെ, ഇതിൻ്റെ സെറ്റിങ്സ് കണ്ടാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഞാനിപ്പം റിയൽമിയുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ പിൻ എന്ന് ടൈപ്പ് ചെയ്യാണ്. അങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുമ്പോൾ ഇവിടെ ആപ്പ് പിന്നിങ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ മറ്റൊരു ഓപ്ഷനും കൂടി വരും, അവിടെയും ഓൺ ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി ഞാനിപ്പോൾ നേരെ ബാക്ക് വരികയാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈലിലെ സെറ്റിങ്സ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെയും സെർച്ച് ബാറിൽ പിൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ പിൻ വിൻഡോസ് എന്ന ഓപ്ഷനാണ് കാണിക്കുക. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ പിൻ വിൻഡോസ് വന്നിട്ടുണ്ടാകും. അവിടെ എഴുത്തിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ എഴുത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെയും ഇതുപോലെ ഒരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. നേരത്തെ കാണിച്ച പോലെ തന്നെ അതും ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നിങ്ങളോട് ഒരാൾ മൊബൈൽ ചോദിച്ചു, അത് എന്തിനാണെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ സംഭവം മാത്രം ഓൺ ചെയ്യുക. ഞാനിപ്പോൾ യൂട്യൂബാണ് ഓപ്പൺ ചെയ്തത്. എന്താണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന റീസെൻറ്റ് ബട്ടൺ ഉണ്ടല്ലോ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഷോർട്ടായിട്ട് നിൽക്കുമല്ലോ. ഇവിടെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇവിടെ ഗോ ഇറ്റ് കാണും. ഗോ ഇറ്റ് കൊടുത്താൽ മതി. ഇനി യൂട്യൂബ് അല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കില്ല. ഓക്കെ, ബാക്ക് ബട്ടണോ റീസെൻറ്റ് ബട്ടണോ ഹോം ബട്ടണോ ഒന്നും അവർക്ക് വർക്ക് ചെയ്യിക്കാൻ സാധിക്കില്ല. ഇതിൽ നിന്ന് പുറത്തു പോകാനും സാധിക്കില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ റീസെൻറ്റ് ബട്ടണും ഇവിടെ ബാക്ക് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ നിങ്ങളുടെ ലോക്ക് കാണിക്കും. നിങ്ങൾ ലോക്ക് തുറന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കുക. അതുകൊണ്ടാണ് രണ്ടാമത്തെ സെറ്റിങ്സ് ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് സാംസങ്ങിലും. മൊബൈൽ ആവശ്യപ്പെടുന്ന ആളുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് അത് മാത്രം ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സാംസങ് മൊബൈലിൽ ഇവിടെ 3 ഡോട്ട്സ് കാണിക്കില്ല, ആ ഒരു ആപ്പിൻ്റെ ഐക്കണാണ് കാണിക്കുക. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ദാ ഇവിടെ പിൻ ദിസ് ആപ്പ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുത്താൽ മതി. പിന്നെ അതല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. ബാക്ക് ബട്ടണോ ഹോം ബട്ടണോ റീസെൻറ്റ് ബട്ടണോ ഒന്നും പ്രസ് ചെയ്യാനോ ഇതിൽ നിന്ന് പുറത്തു പോകാനോ സാധിക്കില്ല. അത് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ റീസെൻറ്റ് ബട്ടണും ബാക്ക് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ ലോക്ക് എന്താണ് അത് ഇവിടെ എൻ്റർ ചെയ്താൽ മാത്രമേ പുറത്തു പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് രണ്ടാമത്തെ സെറ്റിങ്സും ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ആരാണ് നിങ്ങളുടെ മൊബൈൽ ചോദിക്കുന്നത്, എന്തിനാണ് ചോദിക്കുന്നത്, അത് മാത്രം ഇതുപോലെ പിൻ ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ വളരെ അത്യാവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ആരെങ്കിലും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടി മാത്രം നിങ്ങൾ പിൻ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്ക് മാത്രമേ മൊബൈൽ കൊടുക്കാവൂ. പിന്നെ മൊബൈൽ കൊണ്ട് ആരെങ്കിലും ഓടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.